ഇന്ന് നമ്മൾ പെർസ്പെക്റ്റീവ് ഡ്രോയിങ്ങിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പെർസ്പെക്റ്റീവ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാണുന്നു അത് നമ്മളെങ്ങനെ നമ്മുടെ ബുക്കിലോട്ട് അല്ലെങ്കിൽ നമ്മളുടെ പേപ്പറിലോട്ട് പകർത്തുന്നു എന്നുള്ളതാണ്. ഇതിന് നമ്മൾ പഠിക്കേണ്ട 3 ടേംസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കട്ടോ. ഇതിന് പറയുന്നത് ഹൊറൈസൺ അല്ലെങ്കിൽ ഐ ലെവൽ എന്ന് പറയും. ഐ ലെവൽ ഒരു ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഒരു കടൽ. ആ കടലിലെ ആകാശവും ആ കടലും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിനെയാണ് ഈ ലൈനിനെയാണ് ഹൊറൈസൺ ഓർ ഐ ലെവൽ എന്ന് പറയുന്നത്. അടുത്തത് ഇതിനെ പറയുന്നത് വാനിഷിംഗ് പോയിന്റ്. ഈ വാനിഷിംഗ് പോയിന്റിന് അനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ ചിത്രവും വരയ്ക്കുന്നത്. ഈ വാനിഷിംഗ് പോയിന്റ് 1 ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ 2 ഉണ്ടായിരിക്കാം. അപ്പോൾ 2 ഉണ്ടെങ്കിൽ 2 അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒബ്ജക്ട്സിൻ്റെ ഇമേജസിന് ഡിഫറൻസ്. അടുത്തത് വ്യൂ പോയിന്റ്. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പെൻസിൽ ഇവിടെ വെച്ചിട്ട് ഞാൻ ഓരോ ഒബ്ജക്റ്റിനും കാണുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ, അതിനാണ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ടേംസ്: ഐ ലെവൽ ഓർ ഹൊറൈസൺ, വാനിഷിംഗ് പോയിന്റ്, പിന്നീട് വ്യൂ പോയിന്റ്. നമുക്ക് ഈ വാനിഷിംഗ് പോയിന്റ് വെച്ചിട്ട്, അതായത് ഡിഫറെൻറ്റ് പ്ലേസിൽ ഓരോ സ്ക്വയർ വരച്ചിട്ട് നമുക്കതെങ്ങനെ ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു ക്യൂബോയിഡോ ആയിട്ട് എങ്ങനെ നമുക്ക് വരച്ചെടുക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ബോക്സ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് നമ്മൾ ഫേസ് ചെയ്തിട്ടാണല്ലോ ഇരിക്കുന്നത്. അത് വരയ്ക്കുമ്പോൾ അതൊരു സ്ക്വയർ ആണല്ലോ. ആ സ്ക്വയറിൻ്റെ മുകൾ ഭാഗം താഴ്ഭാഗവും നമ്മുടെ ഹൊറൈസണിന് പാരലായിട്ടാണ് വരിക. അതായത് നേരെ വളയാണ്ടെയാണ് വരുന്നുണ്ടാവുക. എന്നാൽ മറ്റ് 2 സൈഡുകളും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് റൈറ്റ് ആംഗിളായിട്ടാണ് അവിടെ ചെന്ന് തട്ടുണ്ടാവുക നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. സ്ക്വയർ തന്നെ വരയ്ക്കുന്നത് നിർബന്ധമല്ല കേട്ടോ, റെക്റ്റാങ്കിളൊക്കെ ആയിട്ട് വരച്ച് നമുക്ക് കാണിക്കാവുന്നതാണ്. ഏറ്റവും ഈസി ആയിട്ട് പെർസെപ്റ്റീവ് ഡ്രോയിങ് എന്താണ് എന്ന് ബേസിക് പറഞ്ഞു തരാൻ പറ്റിയ ഒരു ഫോം ഇങ്ങനെ ബോക്സുകൾ ഡിഫറെൻറ്റ് ലെവലിൽ വരച്ചിട്ടത് കാണിച്ചു തരുമ്പോഴാണ് കേട്ടോ. അതായത് ഞാനിവിടെ കാണിക്കുന്നത് സിംഗിൾ വാനിഷിംഗ് പോയിന്റിൽ എങ്ങനെ നമ്മൾ ഒരു ബോക്സ് വരയ്ക്കുന്നു എന്നുള്ളത് കേട്ടോ. സ്കെയിലില്ലാണ്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. പക്ഷേ സ്കെയിലില്ലാണ്ട് വരയ്ക്കുമ്പോൾ ചില സമയത്ത് ഒരു ഡിസ്റ്റോർട്ടഡ് ഇമേജ് വരാൻ ചാൻസ് ഉണ്ട്. സോ ബെറ്റർ നമ്മൾ സ്കെയിൽ യൂസ് ചെയ്ത് വരയ്ക്കാം. ഇനി ഈ സ്ക്വയറിൻ്റെ 4 കോർണേഴ്സ് ഉണ്ടല്ലോ, എഡ്ജസ്, അവിടെ നിന്ന് നമുക്ക് വാനിഷിംഗ് പോയിന്റിലോട്ട് സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയല്ലോ. ഇനി നമ്മൾ ഇതിന് ബാക്കിലോട്ട് നമ്മൾ എത്രത്തോളം നീളം കൊടുക്കാം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ജസ്റ്റ് കുറച്ച് മാത്രം നീളമുള്ളൊരു ബോക്സാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇത്രയാണ് കൊടുക്കുന്നതെങ്കിലും ഇതും സെയിം ആയിട്ട് ഈ ഒരു ലൈനോട് പാരലായിരിക്കും. ഇങ്ങോട്ടേക്ക് താഴോട്ടുള്ള ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയാം, അത് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇവിടെ ഒരു പെർസ്പെക്റ്റീവ് ഡ്രോയിങ്ങിൻ്റെ മെയിൻ ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം നീളം കൂടുന്നുവോ അത്രത്തോളം എന്താ വെച്ചാൽ നാരോയിങ് വരും. അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ ഭയങ്കര നീളമുള്ള ഒരു ഇമേജാണ് ഇപ്പോൾ ഇവിടെ വരയ്ക്കുന്നെങ്കിൽ എൻ്റെ ഇവിടെ ആയിരിക്കും ലൈൻ വരിക, ഇങ്ങോട്ടേക്കായിരിക്കും ഹൈറ്റ് വരിക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ട്രെയിനൊക്കെ വിചാരിക്കാം. ഇപ്പോൾ ഞാനിതൊരു പാളാക്കി എടുക്കുകയാണ്, അതായത് റെയിൽവേ ട്രാക്കാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു ട്രെയിനാണ് എന്നുണ്ടെങ്കിൽ ട്രെയിനിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് ഇത് ചെറുതായി വരും. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതായത്
എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് ഈ ബോക്സുകൾ, അതായത് ഓരോ ഏരിയയിലും ഈ ബോക്സ് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അതായത് ഈ ഒരു ഐ ലെവലിൽ നമ്മളെ ബോക്സുകൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.